സാഹിബിന്റെ അടുത്ത് മര്യാദക്കൊക്കെ പെരുമാറിക്കണം. അനിഷ്ടം തോന്നിയ തട്ടിക്കളയാനും പഠിക്കാത്തവനാ. പച്ച മലയാളം പോലും നേരെ ചൊവ്വേ പറയാൻ അറിയാത്ത ഞാനിങ്ങനെ അയാളുടെ അടുത്ത് ഇംഗ്ലീഷ് പറയുന്നേ. അത് കൊള്ളാം. അങ്ങേര് മലയാളിയാടി. ഡ്യൂപ്ലിക്കേറ്റ് സാഹിബ്. തള്ള മലയാളി, തന്ത സാഹിബ്. പിന്നെ ചില നേരത്ത് സാഹിബന്മാരുടെ ഒരു ജാതി മറ്റേ സ്വഭാവം കാണിക്കും. നിന്റെ ദേഹത്തൊന്ന് മുട്ടുകയോ തട്ടുകയൊക്കെ ചെയ്താ നീ കണ്ടില്ലെന്ന് വെച്ചേക്കണം. ഒന്നും പേടിക്കാനില്ല, നീ വാ വാ. Yes, come in. Yes, come in. I am Paramu. You little bastard, you are still alive? Damn good. നിനക്ക് വാക്ക് പാലിക്കാൻ അറിയാം. സാറ് നമസ്കാരം. എന്തിനാ പേടിക്കുന്നേ? മോളുടെ പേരെന്താ? ഫൈമി. That's good. ഫൈമി നിന്റെ ആരാണ്? My wife and your aya. ഇന്ന് മുതൽ my wife and your aya, okay? Okay. ആന്റണി, അന്നേ ഒന്ന് വാ. സാറ് വിളിക്കും. എന്താ? ഇവർക്ക് ആഹാരം കൊടുക്ക്. ശരി സാർ. നിങ്ങൾ ദൂരയാത്ര കഴിഞ്ഞ് വന്നിരിക്കല്ലേ, പോയി കുളിച്ച് എന്തെങ്കിലും കഴിക്കും. പരമോ, നീ ഔട്ട് ഹൗസിൽ താമസിക്കണ്ട, ഇവിടെ തന്നെ താമസിച്ചോ? ആയിക്കോട്ടെ. ചെല്ലു മോളെ, പോയി വല്ലതും കഴിക്കേ. പാവം വല്ലാതെ ക്ഷീണിച്ചിരിക്കും. അതെ അതെ. എനിക്കിനി കുളിക്കാനും പറിക്കാനും ഒന്നും വയ്യ. കുളിയൊക്കെ പിന്നെ ആകാം. എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്നേ. വേഷന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. എന്താടാ ആന്റണി നിനക്കൊരു ക്ഷീണം? അണ്ണം പോയ പിന്നെ ഒരു സുഖവും. നാട്ടിൽ പോയ അണ്ണം കല്യാണമൊക്കെ കഴിച്ചല്ലേ? എത്ര ആളാളാവൂ ഇങ്ങനെ ഒറ്റ കഴിയുന്നു. പിന്നെ എനിക്ക് ഈ റൊട്ടിയും കോപ്പൊന്നും വേണ്ട. ചോറുണ്ടെ ഞാൻ ചേർത്തുണ്ടോ? ചെല്ലേ ഇപ്പൊ കൂട്ട. മുട്ട വയ്ക്കും. മുട്ട സാഹിബിന് എന്നെ വലിയ ഇഷ്ടായി അല്ലേ? കേട്ടില്ലേ എന്നെ മോളേന്ന് വിളിച്ചത്? അതങ്ങർക്ക് മക്കളില്ലാത്തോണ്ടായിരിക്കും. അയ്യേ, ഇതെന്തോന്ന് കളിയാ പരമോണ്ണ? ഇതോ വലിയ ഭരതനാട്യം. അവളെന്താ ഇങ്ങനെ? ഇതൊരുമാതിരി വലിയ രസം. നീ കാണണം. Stop it, Julie. Get me one more drink. എങ്ങനെയുണ്ട് മോളെ റൂമൊക്കെ? ഇഷ്ടപ്പെട്ടോ? Why can't you have a refreshing bath? You look so tired. എണ്ണയൊക്കെ തേച്ചൊന്നും കുളിക്കാതെ. റൂമിൽ വെള്ളമില്ല സാർ, പൈപ്പ് പൊട്ടിക്കിടക്കുക. I see. That is very bad. നാളെ തന്നെ ശരിയാക്കാം. I am so sorry എന്റെ പൊന്നു മോളെ. മോളൊരു കാര്യം ചെയ്യ്, എന്റെ റൂമിൽ പോയി കുളിച്ചോളൂ. പരമസുഖമാ. ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, പച്ചവെള്ളത്തിന് പച്ചവെള്ളം. മോളെ, നിനക്ക് 2 ദിവസത്തേക്ക് ലീവ് വന്നിരിക്കുന്നു. ഭൈമി മോള് വന്ന സന്തോഷത്തിന്. ചെല്ലും മോളെ.
നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ഇത്രയും വലിയ മുതലാളി എന്നൊരു ഭാവം കൂടിയില്ല അല്ലേ? അതെ അതെ, സന്ധ്യ മയങ്ങിയ പിന്നെ തൊഴിലാളി ഏതാ മുതലാളി ഏതാന്നൊരു നോട്ടവേ ഇല്ല. ആ പിന്നൊരു കാര്യം, അയാൾ സ്നേഹ കൂടുതലുകൊണ്ട് വല്ലതും ചെയ്തെന്ന് വെച്ചേ നീ ഒരുമാതിരി മറ്റേ ഷാപ്പിൽ സ്വഭാവം കാണിച്ചേക്കരുത്, മനസ്സിലായി? ആ ചെല്ലി കുളിച്ചിട്ടോ. എന്നും രാത്രി കുളിക്കാറുണ്ട്. പനി വരും. ഇവിടെ ഭയങ്കര തണുപ്പാ. മോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. എന്താണ് വായിക്കാറ്? നോവൽ, കഥയും വായിക്കും. ആരുടെ? മുട്ടത്ത് വർക്കി, കാനം. അയ്യോ, അതൊക്കെ മലയാളമല്ലേ, ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലേ? ഷേക്സ്പിയറിന്റെ? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അയ്യോ കഷ്ടം. ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകളുള്ളത്. സാരമില്ല, ഓരോന്നായി ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ഷേക്സ്പിയറിന്റെ കിങ് ലിയർ ആവും. എന്താ? താൻ എന്റെ വയറ്റി തടിച്ചല്ലോ മിസ്റ്റർ പരമു. ജൂലിക്കുട്ടി ഉറങ്ങിയില്ലേ? ഞാനിവിടെ ഉള്ളപ്പോ ജൂലി മോളുടെ വയറ്റത്ത് ഏതവനെ അടിക്കാൻ പറ്റുന്നേ? വാ, ഞാൻ നല്ല 4-5 മലയാളം കഥ പറഞ്ഞു കേൾപ്പിച്ചുതരാം. വാ. പരമോണ്ണ, പരമോണ്ണ, എഴുന്നേക്കുന്നില്ലേ? എങ്ങനെയുണ്ട്? അല്ല പരമോണ്ണ, എന്റെ കെട്ടിയവനും നിങ്ങളും തമ്മി എന്താ വ്യത്യാസം? ഓ, ഒരു പതിവ്രത. ആ നാറി നിന്നെ നക്കാപ്പിച്ച കാശിനല്ലേടി വിറ്റത്. ഇതൊന്നുമല്ലല്ലോ, ഒരു നിലയിലെങ്കിലും എത്താവല്ലോ. അല്ല, സായിപ്പൊന്നും തന്നില്ലേ? അങ്ങനല്ലല്ലോ പതിവ്. ആ കാണീരടി കൊച്ചേ, എനിക്ക് കമ്മീഷൻ ഒന്നും തരണ്ട. കൊള്ളാം കൊള്ളാം. ഇതാണ് കിങ് ലിയർ. ഷേക്സ്പിയറുടെ കഥകൾ ഇനിയും ഉണ്ട്. ഇതാണ് മാക്ബത്ത്. ഇത് ഒഥല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ. ഇല്ലേ, കാര്യമൊക്കെ കൊള്ളാം. ഇംഗ്ലീഷ് കഥകളെ കേൾക്കൂ എന്ന് വാശി പിടിക്കരുത്. മലയാളത്തിലും ചില നല്ല കഥകളൊക്കെ ഉണ്ട്. ചെമ്മീൻ, ഏണിപ്പടികൾ, ഇന്റുപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ആ അതൊക്കെ സൗകര്യം പോലെ പറഞ്ഞുതരാം. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. പോയി കുളിച്ചിട്ടോ. ഇതാ 2 ലക്ഷം രൂപയുണ്ട്. ഇത് ജോണിയുടെ വിഹിതം. നീ ഇനി ഒരിക്കലും കഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അടിത്തറയാവട്ടെ ഈ പണം. സാർ, ഇതെന്താണ് സാർ? എനിക്ക് ഇത്രയും വേണ്ട സാർ. ഇതെന്താണെന്നോ? ഇതാണ് പണം. ജോണി കൂടുതൽ ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇക്കാലത്ത് പണം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? അതിരിക്കട്ടെ, എന്താ ജോണിക്കൊരു മടി? മനസാക്ഷി കുത്ത്.
നോക്കൂ ജോണി, ഈ നൂറ്റാണ്ടിൽ മനസാക്ഷി ഒരു അനാവശ്യ സാധനമാണ്. ഇനി ഉണ്ടെന്നിരിക്കട്ടെ, അത് നമ്മളെ കുത്തുകയും കൂടി ചെയ്താലോ? ജോണിക്ക് ഈ പണം തന്നതുകൊണ്ട് എനിക്ക് യാതൊരു നഷ്ടവുമില്ല. തനിക്ക് തന്നതിന്റെ 3 ഇരട്ടി എനിക്ക് കിട്ടി. ഒരു കണക്കിന് തന്റെയും കൂടെ കഴിവുകൊണ്ടല്ലേ ഈ പണം കിട്ടിയത്. നമ്മുടെ നാടിപ്പോൾ രാമരാജ്യമൊന്നുമല്ല, പരിഷ്കൃതരായ കൊള്ളക്കാരുടെ ഒരു സഹകരണ സംഘമാണ്. ഇന്നു മുതൽ തനിക്കും കൂടി ഈ സംഘത്തിൽ ഒരു മെമ്പർഷിപ്പ് തന്നിരിക്കുന്നു. എന്താ? ജോണിയുടെ സഹായം ഇനിയും എനിക്ക് വേണം. എന്താണ് സാർ? ഉണ്ണിത്താൻ ഒരു വലിയ സ്രാവായിരുന്നു. അയാൾ വിഴുങ്ങിയതിന്റെ 100-1 പോലും നമ്മൾ കണ്ടെത്തിയില്ല. അയാളുമായി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കെല്ലാമാണെന്ന് ജോണി രഹസ്യമായി കണ്ടുപിടിക്കും. എല്ലാം അറിയാവുന്ന ഒരാളെ എനിക്കറിയാം. ആരാണ് അയാൾ? വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കൂ. നോ താങ്ക്സ്. നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ട്. വാറണ്ടോ? എന്താ കാര്യം? നിങ്ങളുടെ മകനും ഉണ്ണിത്താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഒരു ബന്ധമില്ല സാർ. അവൻ ഉണ്ണിത്താനെ കോൺട്രാക്ട് ഏൽപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ സംശയിക്കുന്നു. മിസ്റ്റർ തോമസ്, നിങ്ങളെ കൂടാതെ ഈ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഞാനും എന്റെ മകളും മാത്രം, പിന്നെ ജോലിക്കാരും. മകളെവിടെ? വിളിക്കൂ. ഡോളി, ഡോളി. എന്താ ഡാഡി? ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇനി നീങ്ങി നിൽക്കുമോളെ. സെർച്ച് കഴിയുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. ആ റൂം സെർച്ച് ചെയ്യും.